ഏറ്റവും വൃത്തികെട്ട സ്വഭാവം എന്ന് ഞാൻ പറയുന്നത് സ്മോക്കിംഗ് ആണ്. അൺബിലീവബിൾ. ഇപ്പോൾ രാത്രി ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ 100 പേര് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 90 പേര് സ്മോക്കേഴ്സ് ആയിരിക്കും. അവരാണ് രാത്രി ഞങ്ങളെ ശല്യപ്പെടുത്തുന്നത് മാക്സിമം. ദാറ്റ് ഈസ് ആസ് ബാഡ് ആസ് ഇറ്റ് ഗെറ്റ്സ്. അപ്പോൾ സിംഗുലർലി പറയുകയാണെങ്കിൽ ഒരു പാക്ക് ഇയേഴ്സ് എന്ന് പറയും. ഒരു പാക്ക് ഒരു കൊല്ലം വലിച്ച ഒരു പാക്ക് ഇയർ എന്ന് ഒരു 5 പാക്ക് ഇയർ കഴിഞ്ഞാൽ യു ആർ ഇൻ ബാഡ് ട്രബിൾ. സോ 5 പാക്ക് ഇയർ ഫിനോമിനലി ബാഡ് ട്രബിൾ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചില ഭാഗ്യവാന്മാരുണ്ട്, ഹാർട്ട് അറ്റാക്ക് വരില്ല, അങ്ങനെ രക്ഷപ്പെട്ടു പോകും. അവന് ക്യാൻസർ വരും. അപ്പോൾ അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കരുത്. ഇനി ഹാർട്ട് അറ്റാക്കും ക്യാൻസറും വരാത്ത ഹതഭാഗ്യനുണ്ടെങ്കിൽ അവന് COPD എന്നുള്ളൊരു അസുഖം വരും. അത് കാരണം ശ്വാസം മുട്ടിയിട്ട് ഒരു 2 അടി നടക്കാൻ പറ്റില്ല. അവിടെ ഇങ്ങനെ അനങ്ങാണ്ട് ബെഡിൽ കിടക്കണം. ഇങ്ങോട്ട് തിരിഞ്ഞ ശ്വാസം മുട്ടും, അങ്ങോട്ട് തിരിഞ്ഞ ശ്വാസം മുട്ടും. ഏതാണ് ദൈവം കരുതി വെച്ചിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. സോ സ്മോക്കിംഗ് ഈസ് സിംഗുലർലി ദ വേഴ്സ്റ്റ് ഹാബിറ്റ് ദറ്റ് യു കൻ എവർ ഡെവലപ്പ്. അപ്പോൾ ഞാൻ എൻ്റെ പേഷ്യൻറ്റ് സ്മോക്കർ ആണെങ്കിൽ അയാളെ കൊണ്ട് നിർത്തിച്ചിട്ട് അയാളുടെ പണിഷ്മെൻറ്റ് അയാളുടെ ഫ്രണ്ട് ഗ്രൂപ്പിൽ നിന്ന് 5 പേരെ സ്മോക്കിംഗ് പിടിപ്പിക്കുക എന്നുള്ളത്. അത്ര ബാഡായിട്ടുള്ള ഒരു സിംഗിൾ. സോ ഐ ഹേറ്റ് സ്മോക്കേഴ്സ്. And I keep telling them, please don't do it, because this is singularly എവിടെയൊക്കെ പ്രശ്നം ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്കറിയില്ല. ബ്രെയിനിൽ സ്ട്രോക്ക് ഉണ്ടാക്കും, കണ്ണ് പോവും, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കും, സെക്ഷുവൽ ഡ്രൈവ് പോവും, കിഡ്നി പോവും, എല്ലാം പോവും. പിന്നെ ഇതിനെ വലിച്ചു കയറ്റണേ. സോ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ജീവിതത്തിൽ അവോയ്ഡ് ചെയ്യാനോ അതോ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിർത്താനോ ഉണ്ടെങ്കിൽ അത് സ്മോക്കിംഗ്. ഇറ്റ് ഈസ് ദ വേഴ്സ്റ്റ് തിങ് യു ക്യാൻ ഡു ടു യുവർ സെൽഫ് ഇൻ ദിസ് ലൈഫ്. ഒരു 30 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് നെഞ്ചിൽ ഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും എന്തെങ്കിലും വേറെ പ്രശ്നം എന്ന് പറയുള്ളൂ. പക്ഷേ 65 വയസ്സുള്ള സ്മോക്കറായിട്ടുള്ള ഒരു അഡൾട്ട് മെയിലിന് ഇങ്ങനത്തെ സിംറ്റംസ് ഈവൻ എറ്റിപ്പിക്കലായിട്ട് വരികയാണെങ്കിലും യു ഷുഡ് ഹാവ് എ കാർഡിയാക് ഇവാലുവേഷൻ. വളരെ അൺഫോർഗിവിങ് ഡിസീസാണ് ഹാർട്ട് ഡിസീസ്. അത് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ ദേ മേക്ക് യു സോ ഡെബിലിറ്റേറ്റഡ്. അത് കാരണം നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ജീവിതം വളരെ മോശമാവും. അതുകൊണ്ട് സിംറ്റംസ് എത്ര എറ്റിപ്പിക്കലായാലും ഇതെങ്ങനെയൊക്കെ സംഭവിക്കാം എന്ന് പറഞ്ഞതൊക്കെ ശരിയാണ്. നിങ്ങൾ സസെപ്റ്റബിൾ ഗ്രൂപ്പിലാണെങ്കിൽ നിങ്ങൾ പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അപ്പം ഏത് ഒക്കെ ലക്ഷണങ്ങൾ ശരിക്കും ഒരു ഹാർട്ട് അറ്റാക്കിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്? ഒരു ഡിഫൈൻ ചെയ്യാൻ കുറച്ച് പാടാണ്. നമ്മൾ ഹിന്ദി സിനിമയിൽ കണ്ടിട്ടുണ്ട്, കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വീണ്. അതാണ് ക്ലാസിക്കൽ ഹാർട്ട് അറ്റാക്ക്. അഞ്ചൈന എന്ന് പറയുന്നത്. അഞ്ചൈന എന്ന് പറഞ്ഞാൽ ആക്ച്വലി ദ ടേം മീൻസ് ചോക്കിങ്. അതാണ് സെൻസേഷൻ. അത് ക്ലാസിക്കൽ. അത് സാധാരണ വരാറുണ്ട്. ഈ ഗ്യാസ് എന്ന് പറയുന്നത് വലതുവശത്തുള്ള രക്തധമനി ഇൻവോൾവ് ആകുമ്പോഴാണ് ഈ ഗ്യാസ് പോലെ കയറി വരുന്നത്. തോളിലോട്ട് വരുന്നത് ഇടതുവശത്തുള്ള രക്തധമനിയോ വലതുവശത്തുള്ള ഏതാവാം. തോളിലോട്ട് വരാം, ജോയിലോട്ട് പോവാം, ഫിംഗേഴ്സിലേക്ക് വരാം. ചിലപ്പോൾ ഫിംഗറിൽ മാത്രം വരും, ചിലപ്പോൾ ജോയിൽ മാത്രം വരും, ചിലപ്പോൾ നെഞ്ചിൽ ഭാരം വെച്ച പോലെ വരും ക്ലാസിക്കലായിട്ട്, ചിലപ്പോൾ ഷോൾഡേഴ്സിലേക്ക് വരും. എന്തും നിങ്ങൾ ഒരു സസെപ്റ്റബിൾ ഗ്രൂപ്പാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലും പെർസിസ്റ്റൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ വേഗം ഡോക്ടറെ അടുത്ത് പോകണം. അതല്ല ഇപ്പോൾ ഒരു 30 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് നെഞ്ചിൽ ഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും എന്തെങ്കിലും വേറെ പ്രശ്നം എന്ന് പറയുള്ളൂ. പക്ഷേ 65 വയസ്സുള്ള സ്മോക്കറായിട്ടുള്ള ഒരു അഡൾട്ട് മെയിലിന് ഇങ്ങനത്തെ സിംറ്റംസ് ഈവൻ എറ്റിപ്പിക്കലായിട്ട് വരികയാണെങ്കിലും യു ഷുഡ് ഹാവ് എ കാർഡിയാക് ഇവാലുവേഷൻ. വളരെ അൺഫോർഗിവിങ് ഡിസീസാണ് ഹാർട്ട് ഡിസീസ്. അത് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ ദേ മേക്ക് യു സോ ഡെബിലിറ്റേറ്റഡ്. അത് കാരണം നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ജീവിതം വളരെ മോശമാവും. അതുകൊണ്ട് സിംറ്റംസ് എത്ര എറ്റിപ്പിക്കലായാലും ഇതെങ്ങനെയൊക്കെ സംഭവിക്കാം എന്ന് പറഞ്ഞതൊക്കെ ശരിയാണ്. നിങ്ങൾ സസെപ്റ്റബിൾ ഗ്രൂപ്പിലാണെങ്കിൽ നിങ്ങൾ പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അതല്ല നല്ല സേഫായിട്ടുള്ള ഗ്രൂപ്പാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഒരൊറ്റ ബിഗ്ഗസ്റ്റ് ഹിൻറ്റ്, നിങ്ങൾ ജോലി ചെയ്യുമ്പോഴോ നടക്കുമ്പോഴോ സ്ട്രെയിൻ ചെയ്യുമ്പോഴോ ഇതേ സിംറ്റം കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ അടുത്ത വണ്ടിക്ക് ആശുപത്രി എത്തിക്കണം. അത്ര സീരിയസ് ആണത്. സോ എനി ഫോം ഓഫ് എക്സേർഷൻ ഉണ്ടാകുമ്പോൾ ഇതേ സിംറ്റം കയ്യിലോട്ടുള്ളതോ ജോയിലോട്ടുള്ളതോ ഗ്യാസോ കഴുത്തോ തോളോ എന്തായാലും എക്സേർഷൻ്റെ സമയത്ത് കൂടുന്നുണ്ടെങ്കിൽ ഉടൻ ആശുപത്രിയിൽ എത്തിക്കുക. അത് ഹാർട്ടാണ്, യാതൊരു സംശയവുമില്ല. ഡോക്ടർ, ഈ സസെപ്റ്റബിൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞല്ലോ, ആ ഗ്രൂപ്പിൽ ആരൊക്കെയുണ്ട്? Unfortunately, males. Females, till the time they have their periods, they are protected by the hormones. Okay. Very good. It's very, very well protected. So it's rare to have. പക്ഷേ the flip side is അവർക്ക് വരുമ്പോൾ ഒരു വരവായിരിക്കും. So it's a very bad disease that they get. Males, hypertensive,
ഹൈപ്പർ കൊളസ്ട്രോളീമിയ, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, ഒബെസിറ്റി, ഇതൊക്കെ ഉള്ളവർക്ക് യു ആർ ആസ്കിങ് ഫോർ ട്രബിൾ. ഇത് വൈ ഐ എം സെയിങ് ദിസ്, നിങ്ങളുടെ കുടുംബ പാരമ്പര്യം നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. ജനറ്റിക്സ്, നിങ്ങളുടെ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് മാറ്റാൻ പറ്റില്ല. നിങ്ങളുടെ ഏജ് മാറ്റാൻ പറ്റില്ല. ഇത് ഫിക്സ്ഡ് ആണ്. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ കയ്യിലാണ്. നമ്മൾ എന്ന് സിഗരറ്റ് വലി നിർത്തണോ, എന്ന് നമ്മൾ ഡയറ്റ് കൺട്രോൾ ചെയ്യണോ, എന്ന് നമ്മൾ എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്യണോ, എന്ന് നമ്മൾ മെഡിക്കേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്യണോ, അന്ന് നമ്മൾ സുഖമായിട്ടിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഗ്രാൻഡ് ഫാദറിനും എൻ്റെ ഫാദറിനും അവർ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിച്ചവരാണ്. അപ്പോൾ ഈ ഹാർട്ട് അറ്റാക്കും പാരമ്പര്യവുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ട്? വളരെയധികം സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് നമുക്ക് ഈവൻ ബീറ്റ് നമ്മുടെ ഫാദറിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും മെത്തറിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്, നമ്മുടെ തൊട്ട് ഫസ്റ്റ് ഉണ്ടല്ലോ, അമ്മയുടെ ആദ്യ സഹോദര അമ്മാച്ചന്മാർ, അത് അവർക്കൊക്കെ ഹാർട്ട് ഡിസീസ് ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. അപ്പോൾ പ്രെവലൻസ് നമുക്ക് സ്ക്രീൻ വളരെ യങ് ഏജിൽ തന്നെ അങ്ങനെയുള്ളവർക്ക് ഹാർട്ട് ഡിസീസസ് നമ്മൾ സ്ക്രീൻ ചെയ്ത് തുടങ്ങണം എന്ന് പറയും. വ്യത്യാസമില്ല, ആൺ പെൺ വ്യത്യാസമില്ല. എന്താണെങ്കിലും മെറ്റേണൽ സൈഡാണെങ്കിലും ഓവറോൾ നമ്മൾ പിന്നെ നമുക്ക് എസ്പെഷ്യലി നമ്മൾ അതിൻ്റെ ഏജ് പറയും. അതായത് ഫീമെയിൽസിനാണെങ്കിൽ 65 വയസ്സ് താഴെയുള്ള ഫീമെയിൽസിന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള റിലേറ്റീവ്സ് നമുക്കുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. അമ്മക്കാണെങ്കിൽ മെയിൽസിലാണെങ്കിൽ 55 വയസ്സ് താഴെ ഹാർട്ട് അറ്റാക്ക് വന്നവർ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കണം. ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് തന്നെ ആവണമെന്നില്ല, പെട്ടെന്ന് കുഴഞ്ഞ് വീണ് മരിച്ചവർ ചിലപ്പോൾ ഹോസ്പിറ്റലുമായിട്ട് എത്തിക്കാൻ പറ്റിയിട്ടില്ല, ചിലപ്പോൾ നമുക്ക് ആ ഡയഗ്നോസിസിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഏർലി ഡെത്ത്, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കുഴഞ്ഞു വീണിട്ടുള്ള മരണങ്ങൾ, അങ്ങനെയുള്ളവർ ഈ ഒരു യങ് ഏജിലുള്ളവർ നമ്മുടെ ഫാമിലിയിലുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ കെയർഫുൾ ആവണം. ആ ഒരു സമയത്ത് നമ്മൾ സ്ക്രീനിങ് ബിഫോർ ദാറ്റ് നമ്മൾ അതിൻ്റെ ഒരു നമ്മൾ പറയത്തില്ലേ, നമ്മൾ വി ഷുഡ് നോ യുവർ നമ്പേഴ്സ് എന്ന് പറയും. അതായത് നമ്മുടെ ഷുഗർ, നമ്മുടെ പ്രഷർ, നമ്മുടെ കൊളസ്ട്രോൾ ലെവൽസ്, നമ്മുടെ വെയിറ്റ്, ഐ തിങ്ക് വി ഷുഡ് ബി നോയിങ് ബൈ ദാറ്റ് ഫ്രം യുവർ യങ് ഏജ്. ദേ സേ ആഫ്റ്റർ 20 years 20 വയസ്സിന് ശേഷം തൊട്ട് തന്നെ നമ്മൾ കെയർഫുൾ ആയിരിക്കണം ഈ ഒരു ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ. അപ്പോൾ അതിന് പറ്റുന്ന ടെസ്റ്റുകൾ അങ്ങനെയൊക്കെ ഉണ്ടോ? സോ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫാദറിനും എൻ്റെ ഗ്രാൻഡ് ഫാദറിനും ഉള്ളത് കൊണ്ട് ഞാൻ വാട്ട് കൈൻഡ് ഓഫ് ടെസ്റ്റാണ് അപ്പോൾ ഞാൻ ചെയ്യേണ്ടത്? ഞാൻ എന്താ നോക്കണ്ടേ? നമ്മുടെ രീതി തന്നെ നമുക്ക് നോക്കാം, നമ്മുടെ ആക്ടിവിറ്റി സ്റ്റൈൽ നമുക്ക് നോക്കാം, നമ്മുടെ വെയിറ്റ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്പേഴ്സ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പറയും. കിന്നിയാണ് മെലിഞ്ഞിട്ടാന്ന് വെച്ചിട്ട് നമ്മൾ ഹെൽത്തി ആണെന്ന് വെച്ചാൽ അങ്ങനെ ഇരിക്കേണ്ട എന്നുള്ള ഒരു വിചാരം. അതായത് നമ്മുടെ BP നമ്മൾ അറിഞ്ഞിരിക്കണം, റെഗുലറായിട്ട് BP മോണിറ്റർ ചെയ്യണം, നമ്മുടെ ബ്ലഡ് ഷുഗേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം, കൊളസ്ട്രോൾ വാല്യൂസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് മൂന്ന് നമുക്ക് ഇപ്പം വളരെ കോമൺ ആണ്, നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി സ്പെസിഫിക്കലി കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് എന്നാ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരുപാട് അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ CT സ്കാൻ ഉണ്ട്. നമുക്ക് ആക്ച്വലി നമ്മൾ റിസ്ക് സ്കോറായിട്ട് നമ്മൾ അസസ് ചെയ്യും. നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസിനെ നമ്മൾ റിസ്ക് കാറ്റഗറൈസ് ചെയ്യും. ഈ പേഷ്യൻ്റ് ഇന്ന കാര്യങ്ങളുണ്ടെങ്കിൽ, ഷുഗർ ഉണ്ടെങ്കിൽ, പ്രഷർ ഉണ്ടെങ്കിൽ, വെയിറ്റ് കൂടുതലാണെങ്കിൽ അവരൊരു ഹൈ റിസ്ക് കാറ്റഗറിയിലേക്ക് മാറും. അങ്ങനെ ഉണ്ട്, ഇൻ്റർമീഡിയറ്റ് റിസ്ക് ഉണ്ട് അല്ലെങ്കിൽ ഹൈ റിസ്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ CTക്കകത്ത് കാൽഷ്യം സ്കോറിംഗ് എന്ന് പറഞ്ഞിട്ട് കാർഡിയാക് CTയിൽ നമുക്ക് ഉണ്ട്. ഈ കാൽഷ്യം സ്കോറിംഗ് എടുത്തിട്ട് സ്കോറിനെ അസസ് ചെയ്തിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് അവർക്ക് നേരത്തെയുള്ള തെറപ്പിയിലേക്ക് നമുക്ക് അവരെ സ്റ്റാർട്ട് ചെയ്യാം. കൊളസ്ട്രോളിൻ്റെ ആണെങ്കിലോ അല്ലെങ്കിൽ പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ളതാണെങ്കിലോ നമുക്ക് കാർഡിയാക് CT കാൽഷ്യം സ്കോറിംഗ്, അത് ഒരു കാര്യം. പിന്നീട് സിംറ്റംസ് അല്ലെങ്കിൽ നമുക്ക് ട്രെഡ്മില്ല് എക്കോ ഒക്കെ ഉണ്ട് ഇപ്പോൾ വീണ്ടും ഉണ്ട്, പക്ഷെ അതൊന്നും നമുക്കൊരു സ്ക്രീനിങ്ങിനായിട്ട് വരുന്നില്ല. നമുക്ക് ആ ഒരു ഇനീഷ്യൽ കാറ്റഗറിയിലും ഇപ്പം ബേസിക്കലി നമ്മൾ റിസ്ക് കാറ്റഗറി പെടുന്ന ആളാണോ എന്ന് ഫസ്റ്റ് അസസ് ചെയ്യുക. യു ഫൈൻഡ് ഔട്ട് യുവർ റിസ്ക് ആൻഡ് ദെൻ ടേക്ക് ദ പേഷ്യൻറ്റ് ഫോർ ദ കാൽഷ്യം സ്കോറിംഗ് ആൻഡ് ദെൻ വി വിൽ ഡിസൈഡ് അക്കോർഡിംഗ് ടു ദ ഇവാലുവേഷൻ. അതനുസരിച്ച്